വി.ഡി. സതീശൻ അറിയാതെ രാഹുൽ മാങ്കൂട്ടം പി.വി. അൻവറിന്റെ വീട്ടിൽ പോകുന്ന ആരെങ്കിലും വിശ്വസിക്കും? ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് താങ്ങാവുന്നതിനൊക്കെ അപ്പുറമാണ്. പി.വി. അൻവറിന്റെ വിഷയത്തിൽ ഹൈക്കമാൻഡിന്റെ ശ്രദ്ധ കൂടി ഇനി പതിയാൻ വേണ്ടി പോവുകയാണ്. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിട്ട് എങ്ങനെയും ഈ വിഷയം അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വി.ഡി. സതീശന്റെയും അതോടൊപ്പം തന്നെ ഉന്നതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെയും നിർദ്ദേശപ്രകാരം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പോയിട്ടുള്ളത്. നമസ്കാരം, വൈറ്റ് സ്വൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. അൻവർ മത്സരിക്കുമെന്ന തീരുമാനത്തിലേക്ക് ഏറെക്കുറെ എത്തും എന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലാണോ? തീർച്ചയായിട്ടും കോൺഗ്രസ് നേതൃത്വം സമ്മർദ്ദത്തിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നലെ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പി.വി. അൻവറിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ കാണാനായിട്ട് ഇടയായ സാഹചര്യം. കോൺഗ്രസ് നേതൃത്വം സമ്മർദ്ദമൊന്നുമില്ലെങ്കിൽ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ അൻവറിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞ് വിടേണ്ട കാര്യമൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടം സ്വന്തം ഇഷ്ടപ്രകാരമാണ് പി.വി. അൻവറിൻ്റെ വീട്ടിൽ പോയത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും മലയാളിയുടെ ചിന്താശേഷി അളക്കേണ്ടതുണ്ടോ എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും. പിന്നെ ഇതിനകത്ത് ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂരിൽ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ് പി.വി. അൻവറിനെ സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന് പ്രഖ്യാപിക്കും. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ ദേശീയ തലത്തിലാണ് ചർച്ചകൾ നടത്തേണ്ടത്. ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡിനും അറിയാം. ദേശീയ തലത്തിൽ ചർച്ച എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈക്കമാൻഡുമായിട്ടായിരിക്കും. ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ കെ.സി. വേണുഗോപാലോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒക്കെ ആയിട്ട് അഭിഷേക് ബാനർജിയോ അതല്ലെങ്കിൽ ഡെറിക് ഒബ്രിയാനോ അല്ലെങ്കിൽ മമതാ ബാനർജി തന്നെയൊക്കെ ആയിട്ട് ചർച്ച നടത്തേണ്ടി വരും. കാരണം നിലമ്പൂർ പോലെയുള്ള ഒരു നിയമസഭാ സീറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ദേശീയ നേതൃത്വവുമായിട്ടുള്ള ചർച്ച, അതായത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡും തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ അത് കോൺഗ്രസിന് ചിന്തിക്കാൻ സാധിക്കത്തില്ല. കാരണം നിലമ്പൂര് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അത്ര പ്രാധാന്യമുള്ള ഒരു മത്സരമാണ്, അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു മത്സരമാണ്. കാരണം 2026 തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സെമി ഫൈനലാണ് ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുന്നത്. നിലമ്പൂരിൽ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് വോട്ട് കുറയുകയോ കഴിഞ്ഞ തവണ വി പ്രകാശ് പിടിച്ച വോട്ടിനേക്കാൾ ഒരു 1000 വോട്ട് കുറയുകയോ ഏതെങ്കിലും തരത്തിൽ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് താങ്ങാവുന്നതിനൊക്കെ അപ്പുറമാണ്. കാരണം 2026 അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ് UDF. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിലമ്പൂരെ പരാജയം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഒരിക്കലും താങ്ങാൻ സാധിക്കില്ല. ഇത് മനസ്സിലാക്കാനായിട്ടുള്ള ശേഷി കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ, അതായത് നിലമ്പൂർ വിഷയത്തിൽ അല്ലെങ്കിൽ പി.വി. അൻവറിൻ്റെ വിഷയത്തിൽ ഹൈക്കമാൻഡിൻ്റെ ശ്രദ്ധ കൂടി ഇനി പതിയാൻ വേണ്ടി പോവുകയാണ്. നാളെ ഇപ്പോൾ നിലമ്പൂരിൽ വെച്ച് UDFിൻ്റെ കൺവെൻഷൻ നടക്കുന്നുണ്ട്. ഈ കൺവെൻഷനിൽ കെ.സി. വേണുഗോപാൽ പങ്കെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കെ.സി. വേണുഗോപാൽ പങ്കെടുക്കുന്ന സമയത്ത് പി.വി. അൻവറുമായിട്ട് അനുനയ ചർച്ചകൾ UDFിനകത്ത് ഇനിയും തുടർന്നേ പറ്റൂ. ഇന്നിപ്പോൾ വി.ഡി. സതീശനൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ പി.വി. അൻവറിൻ്റെ വീട്ടിൽ പോയിരിക്കുന്നത് തൻ്റെ അറിവോടെ അല്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ തന്നെയും തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വി.ഡി. സതീശൻ്റെയും അതോടൊപ്പം തന്നെ ഉന്നതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെയും നിർദ്ദേശപ്രകാരം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പോയിട്ടുള്ളത്. പി.വി. അൻവർ അവിടെ മത്സരിക്കുന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ ബാധിക്കും. അത് അങ്ങനെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഒരു ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ പി.വി. അൻവറിനെ വീട്ടിലെത്തി സന്ദർശിച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം വരെ പി.വി. അൻവറിനെതിരെ അതിശക്തമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ തന്നെ പി.വി. അൻവറിൻ്റെ വീട്ടിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. കാരണം കോൺഗ്രസിന് ചെറിയ സമ്മർദ്ദത്തിലാണോ, കോൺഗ്രസ് എത്രത്തോളം സമ്മർദ്ദത്തിലാണ് എന്ന് നമുക്ക് ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ മനസ്സിലാവും. രാഹുൽ പോകുമ്പോൾ ഒരുപക്ഷെ രാഹുലിന് നന്നായിട്ട് പറഞ്ഞു നിൽക്കാൻ അറിയാവുന്ന ഒരു ആള് തന്നെയാണ്. അപ്പോൾ അവരുടെ പ്രതിനിധിയായിട്ട് രാഹുൽ പോകുക എന്ന് പറയുമ്പോൾ അത് നല്ല കാര്യം തന്നെയല്ലേ? അല്ല, രാഹുൽ പോയതൊക്കെ നല്ല കാര്യമാണ്. കാരണം രാഹുൽ പോയത് കൊണ്ട്, അതായത് പി.വി. അൻവറിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആളെ തന്നെ പറഞ്ഞു വിട്ട് അദ്ദേഹവുമായിട്ട് ഒരു സൗഹൃദ സംഭാഷണത്തിന് പറഞ്ഞയക്കുകയും, അപ്പോൾ അതായത് ഏറ്റവും കൂടുതലായിട്ട് വിമർശിക്കുന്ന ഒരാൾ തന്നെ വന്നിട്ട് അഭ്യർത്ഥിക്കുകയാണ്, താങ്കൾ UDFിൻ്റെ ഭാഗമായിട്ട് നിൽക്കണം, പിണറായി സത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആളുടെ മനസ്സിലൊരു മാറ്റം ഉണ്ടാകും എന്നതൊരു സ്വാഭാവികത മാത്രമാണ്. ഇതിനെതിരെ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും രാഹുലിന് പറ്റും. അങ്ങനെ ഒരു ഫാക്ടർ കൂടെ ഉണ്ട്. മറ്റൊരു നേതാവ് നമ്മളവിടെ പോയിട്ട് എന്താ ചോദ്യോത്തര പരിപാടിക്കല്ലല്ലോ നമ്മളവിടെ. ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ ക്രൂക്കഡായിട്ടാണ് രാഹുൽ പറഞ്ഞിട്ടുള്ളത്. ജനാധിപത്യ മത്സരം എന്ന് പറഞ്ഞ ചോദ്യോത്തര പരിപാടിയല്ല. അവിടെ ഒരുപാട് കാര്യങ്ങൾക്ക് എന്താ പറയുക, ഒരുപാട്
വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണം. ഭയങ്കരമായ ദേഷ്യം വെച്ചുകൊണ്ട് പുറത്ത് ചിരിച്ച് നടക്കേണ്ട സമയമാണ് ഈ ഇലക്ഷൻ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ പോയിട്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതായത് ടിക്ടോക്ക് രാഷ്ട്രീയമല്ല ഇവിടെ വേണ്ടത്. ഈ ടിക്ടോക്ക് രാഷ്ട്രീയം കൊണ്ടൊന്നും നിലമ്പൂരിലെ മത്സരത്തിൽ ജയിക്കാൻ പറ്റത്തില്ല. കാരണം നിലമ്പൂരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണുള്ളത്. അപ്പോൾ അവരുടെ വികാരം മനസ്സിലാക്കിയാൽ മാത്രമേ അവിടെ ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പറഞ്ഞയച്ചതിലൂടെ കോൺഗ്രസ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PV അൻവറിനെ ഏറ്റവും കൂടുതലായിട്ട് വിമർശിച്ചിട്ടുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ ഒരാൾ തന്നെ പോയിട്ട് PV അൻവറിനോട് അഭ്യർത്ഥിക്കുകയാണ്, താങ്കൾ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം, പിണറായി സത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും PV അൻവറിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ആ ഒരു മാറ്റം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അവിടെ പോയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലക്ഷ്യം നല്ലതാണ്, ലക്ഷ്യം നല്ലതായിക്കൊള്ളട്ടെ. പക്ഷേ അത് അർദ്ധരാത്രിയിൽ പോയതിനെ കുറിച്ചൊക്കെ മാധ്യമങ്ങൾക്ക് അഭിപ്രായം ആർക്കും പറയാമല്ലോ. ഒരാൾക്ക് അഭിപ്രായം പറയാൻ പാടില്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശനത്തിന് അതീതനാണോ? അല്ലല്ലോ. കാരണം ഇന്നിപ്പോൾ VD സതീശനെതിരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി പറഞ്ഞിരിക്കുന്നത്. VD സതീശൻ അറിയാതെ രാഹുൽ മാങ്കൂട്ടം PV അൻവറിന്റെ വീട്ടിൽ പോകുന്ന ആരെങ്കിലും വിശ്വസിക്കും? രാഷ്ട്രീയ തമാശയായിട്ട് ആളുകൾ കാണുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഒരു തീരുമാനം എന്തായിരിക്കും? അൻവർ മത്സരിക്കണമോ വേണ്ടയോ, അങ്ങനെ എന്തായിരിക്കും അവരുടെ ഒരു തീരുമാനം? കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെയായിട്ടും തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ അവർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ അവർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാത്ത അത്രയും സമയത്തോളം കാലം ഇവിടെ PV അൻവറിന്റെ വോയിസിന് ശക്തിയുണ്ട്. ഇപ്പോൾ നാളെ രാവിലെ ഒരുപക്ഷെ TMCയുടെ ദേശീയ നേതൃത്വം PV അൻവറിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള ചർച്ചകളൊക്കെ ഡൽഹിയിലായിരിക്കും. ഈ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഡൽഹിയിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ കൊൽക്കത്തയിൽ വെച്ചിട്ട് ചർച്ചകൾ നടത്തേണ്ടതായിട്ട് വരും. പിന്നെ പാർട്ടിയുടെ ദേശീയ നേതാക്കന്മാർ തമ്മിലാണ് ചർച്ചകൾ നടക്കുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തയ്യാറാവത്തില്ല. കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്നാൽ ഇന്ത്യ മുന്നണിയുമായിട്ട് സഹകരിക്കാൻ നിൽക്കുന്ന മമതാ ബാനർജിയുമായിട്ട് ഒരു ചർച്ചയ്ക്ക് പോകേണ്ട ഒരു അവസ്ഥയൊന്നും കോൺഗ്രസിന് നിലവിലത്തെ സാഹചര്യത്തിൽ ചിന്തിക്കാൻ സാധിക്കാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിട്ട് എങ്ങനെയും ഈ വിഷയം അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രശ്നം അവസാനിപ്പിച്ചേ പറ്റൂ. കാരണം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം അടുത്ത തവണ അധികാരത്തിലെത്താൻ സാധിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കി കാണിക്കുന്നത് അവരെ സംബന്ധിച്ചിട്ട് താല്പര്യമുള്ളൊരു വിഷയമല്ല. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിട്ട് താല്പര്യമുള്ളൊരു വിഷയമല്ല. അങ്ങനെ വരുമ്പോൾ ശക്തമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനും UDF നേതൃത്വത്തിനും ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. കാരണം ഹൈക്കമാൻഡ് ഒക്കെ നിലമ്പൂർ സീറ്റിന് വേണ്ടിയിട്ട് ചർച്ചയ്ക്ക് പോകേണ്ടി വരുന്ന ഒരു ഗതികേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും പരാജയമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം സൃഷ്ടിക്കാനായിട്ട് ഒരിക്കലും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തയ്യാറാവത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നാളെ കൊണ്ട് ഒരുപക്ഷെ PV അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഇദ്ദേഹവുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കപ്പെടും. കാരണം തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂർ മത്സരിക്കാനായിട്ട് അൻവറിന് താല്പര്യമില്ല. അൻവർ സ്വതന്ത്രനായിട്ട് വീണ്ടും മത്സരിക്കാം, ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കാം എന്നൊക്കെയുള്ള ചില നിലപാടുകളും പുറത്തു വരുന്നുണ്ട്. അതെന്ത് നിലപാടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാത്തത്. കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞിരുന്നു, ഇദ്ദേഹം പുതിയൊരു പാർട്ടി ഉണ്ടാക്കി, തൃണമൂൽ കോൺഗ്രസ് വിട്ട് പുതിയൊരു പാർട്ടി ഉണ്ടാക്കി ഇദ്ദേഹം UDFന്റെ ഭാഗമാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അൻവറിനെ സംബന്ധിച്ച് അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് ഉണ്ടാവില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെ ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നിർബന്ധിച്ച് അൻവറിനെ മത്സരിപ്പിക്കാനായിട്ട് UDF നിൽക്കരുത്. അൻവർ മത്സരിക്കരുത് എന്നുള്ളത് തന്നെയാണ് അൻവറിൻ്റെ ആഗ്രഹം. പക്ഷേ കോൺഗ്രസ്സുകാർ നിർബന്ധിച്ച് മത്സരിപ്പിക്കരുത്. ചില വിട്ടുവീഴ്ചകൾ UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അൻവറുമായിട്ട് സമവായത്തിൻ്റെ രീതിയിൽ തന്നെയാണ് പോകേണ്ടത്. അൻവർ എടുത്തിട്ടുള്ള ചില നിലപാടുകൾ തെറ്റാണ്. ആ നിലപാടുകൾ തിരുത്താൻ വേണ്ടിയിട്ട് അൻവർ തയ്യാറാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ എല്ലാവരും കരുതുന്നത്. അതങ്ങനെ ആ ഒരു നിലപാടുകൾ തിരുത്തിയില്ലെങ്കിൽ അൻവറിൻ്റെയും രാഷ്ട്രീയ ഭാവി അവിടെ അവസാനിക്കുകയാണ്. അൻവർ പറഞ്ഞു വെച്ച പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടം അവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അൻവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും, കോൺഗ്രസ് UDF നേതൃത്വവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഹൈക്കമാൻഡിൻ്റെ ശക്തമായ നിർദ്ദേശം മുകളിൽ നിന്ന് വരിക തന്നെ ചെയ്യും. അൻവറുമായിട്ടുള്ള പ്രശ്നങ്ങൾ സംസ്ഥാന തലത്തിൽ തന്നെ പറഞ്ഞ് പരിഹരിക്കണം എന്ന രീതിയിലുള്ള നിർദ്ദേശം വരും. അത് വരാതിരിക്കില്ല. കാരണം അതല്ല എങ്കിൽ അൻവർ ഏതെങ്കിലും തരത്തിൽ നോമിനേഷൻ നൽകി കഴിഞ്ഞാൽ പിന്നെയുള്ള ചർച്ചകൾ സംസ്ഥാന തലത്തിലല്ല, ദേശീയ തലത്തിലാണ് നടക്കുക. അങ്ങനെ ദേശീയ തലത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസുമായിട്ടൊരു ചർച്ചയ്ക്ക് പോയിട്ട് ഹൈക്കമാൻഡിന് താല്പര്യമില്ല എന്നുള്ള
എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പി വി അൻവറുമായിട്ട് തന്നെ ഇവിടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും. പി വി അൻവറിനെ തൃണമൂൽ കോൺഗ്രസിനെ, പി വി അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസിനെ പറയുന്നുള്ളൂ, തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നില്ല, പി വി അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ അസോസിയേറ്റ് ഘടകകക്ഷിയായിട്ട് എടുക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. അതിനപ്പുറത്തേക്ക് ഇതിനകത്തൊരു രാഷ്ട്രീയ മണ്ടത്തരത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയ വിഡ്ഢിത്തരത്തിന് കോൺഗ്രസോ യു ഡി എഫോ നിൽക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്.